കുടിച്ച പോലെ, അതുപോലെ ഒന്ന് നടന്നതുപോലെ ആ രൂപത്തിൽ അനുവദനീയമായ കാര്യമാണ് ഒരു പുണ്യമില്ല എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടൊരു മൂല്യരോടാണല്ലോ ഉത്തരം പറഞ്ഞത്. മൂല്യർക്ക് എളുപ്പം മനസ്സിലായി. ജായിസ് എന്ന് പറഞ്ഞ ഒരു പുണ്യമില്ലാത്ത കാര്യമാണ് എന്ന് മൂല്യർക്ക് മനസ്സിലായി. അപ്പൊ മൂല്യർ ചാടിയിട്ട് ചോദിച്ചു, അല്ല ഉസ്താദേ, അപ്പോൾ പുണ്യമില്ല എന്ന് പറഞ്ഞാല് അതിപ്പോ ചെയ്യാതിരിക്കുക, അങ്ങനെ വരുമ്പോഴാണ് അതിനാണല്ലോ ഈ ജായിസ് എന്ന് പറയാ. അപ്പൊ ഇത് ചെയ്ത ഒരു പുണ്യം ഇല്ല എന്നാണോ ഉസ്താദ് പറയുന്നത്? അപ്പൊ ഇയാൾ പറഞ്ഞു അതെ, ഒരു പുണ്യമില്ല. കേട്ടോളൂ അത്. അപ്പൊ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പൊ തഹീറിനെ തേടുമ്പോൾ തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പൊ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പൊ വരുന്ന ഉസ്താദിന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ പ്രതിഫലം ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിന്റെ വിധി, ഒരു സംശയവുമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്ന നിലയിൽ അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാ പറഞ്ഞത്. കണ്ടോ, പുണ്യം കിട്ടൂല എന്ന് പറഞ്ഞത്. പിന്നെ എന്തിനാ ഇത്ര പാട് കഴിക്കണത്? പുണ്യം കിട്ടൂലാതാ, പിന്നെ എന്താ ഇത്ര പാട് കഴിക്കണത്? ഒരു പുണ്യം ഇല്ലാതെ വെറുതെ ഇങ്ങനെ എന്ന് പറയും പാട്ടുപാടി നടക്കുക. പുണ്യം കിട്ടാൻ വേണ്ടിയല്ലേ മനുഷ്യന്മാര് ചെയ്യണത്. അപ്പൊ ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങനല്ല, ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണമെങ്കിൽ ചെയ്യണ്ടാന്നാ. പക്ഷെ മൂപ്പര് പറയുമ്പോ വെപ്രാളത്തിന് രണ്ടും ഒന്നായി പോയി. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണമെങ്കിൽ ചെയ്യാം, ആകെ ഒറ്റപ്പെട്ട. അവസാനം ആള് ചോദിച്ചു പുണ്യുണ്ടോ? പുണ്യുണ്ടെന്ന് മൂപ്പര് തെറ്റിദ്ധരിച്ചു. മൂപ്പര് പറയണ കേട്ടപ്പോ അതാ മൂപ്പര് എടുത്ത് ചോദിച്ചത്. പുണ്യുണ്ടെന്നല്ലേ പറഞ്ഞത്? മൂപ്പര് പറഞ്ഞല്ല, പുണ്യില്ല എന്നാ പറഞ്ഞത്. പുണ്യില്ല, പുണ്യാന്ന് പറഞ്ഞാൽ കുടുങ്ങും. അപ്പൊ ഒരു പുണ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കണത്. ഇവർ ഈ പുസ്തകങ്ങൾ, ടൺ കണക്കിന് പുസ്തകങ്ങൾ ഇറക്കണത് ഒരു പുണ്യമില്ലാത്ത കാര്യം സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവര് സമസ്ത ഉണ്ടാക്കി അതിനു വേണ്ടിയാണോ? ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി സമസ്ത ഉണ്ടാക്കിയത്. സുബ്ഹാനല്ലാഹ്, പിരിച്ചു വിട്ടൂടെ മനുഷ്യന്മാരെ? ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയാണ് ഈ സമസ്ത ഉണ്ടാക്കിയത്. അങ്ങനെയാണ് പറഞ്ഞത് ഒരു പുണ്യമില്ല. അപ്പൊ പിന്നെ ഒരു പുണ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ ചെയ്യണത് എന്ന് ചോദിച്ചു മൂപ്പരോട്. ഒരു പുണ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ? അപ്പൊ മൂപ്പര് പറയാണ്, കേട്ടോളൂ മൂപ്പര് പറയുന്നത്. അതെ, അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പൊ ഒരു വെറും പ്രവർത്തനല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിന്റെ വിധി എന്താണ്? അനുവദനീയാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. കണ്ടോ? അപ്പൊ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചാല് ലോക്കൽ KSRTC. ജാർത്തി പോയാലോ, ജാർത്തി പോയി കഴിഞ്ഞാലോ അത് ബെൻസാണ് ഊതി വെച്ച് ഇന്നാ മതി ബെൻസിൽ കയറാൻ. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോ ന്യായം പറയാ, അല്ലാത്തൊരു പ്രാർത്ഥിച്ചാല് ബെൻസിൽ കയറലാണ്. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ KSRTC ബസ്, ഞങ്ങൾ ആ KSRTC ബസ്സിൽ പോകോളാം. ഈ രൂപത്തിൽ സഹോദരങ്ങളെ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ന്യായങ്ങൾ അവതരിപ്പിച്ചിട്ട് അതിന്റെ മുന്നിൽ വശലാകുമ്പോ തട്ടിനായങ്ങളും അതുപോലെ തന്നെ വിഡ്ഢിത്തങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ അധപ്പതിപ്പിക്കാനുള്ള ശ്രമം ഏതൊരാൾക്ക് അത് മനസ്സിലാകുന്നത്? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ച ലോകത്ത് വന്ന പ്രവാചകന്മാരെല്ലാരും ലോക്കൽ ബസ്സിൽ പോയ ആൾക്കാര്, KSRTCയിൽ കയറിയ ആൾക്കാര്, അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ മുഴുവൻ ലോക്കൽ ബസ്സിൽ പോയ ആൾക്കാര്, ഇവര് മാത്രം ബെഞ്ചിൽ പോണ ആൾക്കാര്. എന്ത് ന്യായമാ സഹോദരങ്ങള്? എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന? എന്തിനാ ഇങ്ങനെ സംഘടന? പിരിച്ചു വിട്ടൂടെ ഈ സാധനം? നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. ഇനിയോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം ഞാൻ മറന്നുപോരുത്. ആരും ഇടക്കിടക്ക് മറന്നുപോരിക്കാൻ ഇടക്കിടക്ക് പറഞ്ഞോണ്ടിരുന്നത്. ഒന്നുകൂടി ഞാൻ വായിച്ചുതരാം. കണ്ടോ, ഇത് മുജാഹിദ് പ്രസ്ഥാനം എങ്ങോട്ട് അമ്പലക്കട വയസ്സ് എഴുതിയ പുസ്തകം. അതിൽ പറയാ, സാധാരണക്കാരന് മതപണ്ഡിതനെ പിൻപറ്റൽ നിർബന്ധമാണ്. പണ്ഡിതൻ സത്യം പറയട്ടെ, കളവ് പറയട്ടെ, അല്ലെങ്കിൽ ശരി പറയട്ടെ, അബദ്ധം പറയട്ടെ, സാധാരണക്കാരുടെ ബാധ്യത
പണ്ഡിതൻ പറയുന്നത് സ്വീകരിക്കലാണെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. അപ്പൊ പണ്ഡിതൻ കളവ് പറഞ്ഞാൽ സ്വീകരിച്ചോണെന്നാണ് പറയുന്നത്, പേടിപ്പിക്കുന്നത്. എന്നിട്ട് ഇയാൾ ഒരു വലിയ കളവ്, ഒരു വലിയ ബെഡായി. എന്താ ബെഡായി എന്നറിയോ? കേട്ടോളൂ, അദ്ദേഹം ഒരു വലിയ ബെഡായി പറയാൻ. മുജാഹിദ് പ്രസ്ഥാനം രാത്രി മാത്രമേ പകലും ജിന്നിനോട് സഹായം ചോദിക്കാന്നാണ്, പിശാചിനോട് ചോദിക്കാന്ന് പറയുന്നത്. ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയിൽ ഒരാൾ അകപ്പെട്ടു. മരുഭൂമി എന്ന വലിയ കേസാണ്. നമ്മുടെ നാടിന്റെ മാതിരി മരുഭൂമിയിൽ അകപ്പെട്ടാൽ വഴി അറിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല, മരിച്ചു പോകുന്നേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ മരുഭൂമി ചുട്ടുപൊള്ളുന്ന മണൽക്കാടാണ്. ഒരു ആരും തുണക്കുണ്ടാവില്ല, റോഡുമില്ല, വഴിയില്ല, മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശം. റോഡ് അറിഞ്ഞില്ലെങ്കിൽ, വഴി അറിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ തൽക്കാലം സഹായം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദ് പറഞ്ഞ അള്ളഹാനോടല്ല മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ലതാ. ഇപ്പൊ പറഞ്ഞത് അള്ളഹാനോടും പ്രാർത്ഥിക്കാം, ജിന്നിനോടും പ്രാർത്ഥിക്കാം, പിശാചിനോടും പ്രാർത്ഥിക്കാം, മഹാത്മാക്കളോട് പാടില്ല എന്ന് മാത്രമേ ഇപ്പൊ പറയുള്ളൂ. കളവ്. ഒരു വാചകത്തിന്റെ തുണ്ടുദ്ധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവുദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതോട്ട് ഇങ്ങനെ നടക്കരുത്. വല്ലാണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം, ആ നിലപാട് ശരിയല്ല. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറഞ്ഞത്രേ. അങ്ങനെ വാദിക്കണത്രേ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ മൂപ്പര് ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഉദ്ധരിക്കുന്ന വാചകം എന്താ കേട്ടോളൂ. അവർ പറഞ്ഞത് എന്താ വെച്ചാല്, അപ്പൊ കുടുങ്ങിയാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളും, ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച്ച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല, അതുകൊണ്ട് അത് ശിർക്കല്ല. ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷമിക്കുന്ന വിജനമായ മരുഭൂമിയിലെ മുസ്ലിം സഹോദരന് പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാന്ന് പറയുന്നത്. കണ്ടോ? ആ വാചകം കോട്ടിമാട്ടാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാ. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? എവിടുന്നാ കിട്ടിയത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അബൗദികം എന്ന് പറഞ്ഞാൽ എന്താണ്, മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്, ഗൈബിയായത് എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഒരു വാചകം കിട്ടിയതുപോലെയാണ്. ഇത് എത്ര കൊല്ലം മുമ്പ് മുജാഹിദിൽ കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കണ്ട്. ഇവര് പണ്ടേ ചോദിക്കണ്ട്, പണ്ടേ ഇവര് ചോദിക്കാണ്ട് ഈ ചോദ്യം. എന്ത്? യാ ഇബാദല്ലാ എന്നില്ലേ മറിയ ഹാജറ ബീവി, ആ ഹാജറ ബീവി ഇതാ ആ സഭയുടെയും മർവയിൽ ഇടപെടപ്പെട്ടപ്പോ ജിബ്രീല് വന്ന് അവിടെ വന്ന് നിന്നപ്പോ അയ്സ് അയ്സ് എന്ന് ചോദിച്ചില്ലേ, അയ്സ് അയ്സ് എന്ന് ചോദിച്ചില്ലേ? അന്ന് മുതൽ മുജാഹിദിൽ മറുപടി പറയാം. വീണ്ടും ഇവർ ചോദിക്കും, സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ? സുലൈമാൻ നബി ചോദിച്ചില്ലേ അവരോട്, അയ്യുക്കും അർഷിഹ, ആരാണ് അർഷിങ് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ? ഇവര് പണ്ടേ ചോദിക്കണേ. അന്ന് മുതൽ മുജാഹിദിൽ മറുപടി ഉണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാത്രല്ല, അന്ന് ശബാബിൽ ഒന്നൊരു ചോദ്യമുണ്ട്, ഇതേ ചോദ്യം തന്നെ. 1983 ആ കാലയളവ്, 90 ഇടയിലുള്ള കാലയളവിൽ ശബാബിൽ വന്ന ചോദ്യം. ആ ചോദ്യോത്തരം തൗഹീദ്, പ്രാർത്ഥന, തൗഹീദ്, ചോദ്യങ്ങൾക്ക് മറുപടി എന്ന യുവത പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇപ്പോഴും വിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കുക, അവിടെയുണ്ട് ഇത്. ഈ വാചകം കേട്ടോളൂ. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. ഖുറാഫിയുടെ ചോദ്യത്തിന് മറുപടി പറയാ. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നു. അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. ഇനി അടുത്ത വാചകം കേട്ടോ. എന്നാൽ അദ്ദേഹം ജിന്നിനോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത വാചകം കേട്ടോ. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ഇത് ശബാബിനും കൃത്യമായി മുമ്പെഴുതിയതാ. ആ ചോദ്യോത്തരം തന്നെ
യുവത പ്രസിദ്ധീകരിക്കുന്ന പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി ഇന്നും ബുക്ക് സ്റ്റാളിൽ ചെന്നാൽ കിട്ടും. അതിൽ വരെ മുജാഹിദുകൾ കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ച ആശയം ഇത്.